തിരുവനന്തപുരത്ത് ഹൈന്ദവീയം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന യുവജന വികസന ശിബിരം ശില്പശാല ഇന്നും തുടരും. ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങി വിവിധ വിഷയങ്ങളാകും ഇന്ന് ശില്പശാലയിൽ ചർച്ച ചെയ്യുക. യുവാക്കളിൽ രാജ്യസ്നേഹം വളർത്തുക, ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഹൈന്ദവീയം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ശില്പശാല ആരംഭിച്ചത്. യുവജന വികസന ശിബിരം എന്ന് പേരിട്ടിരിക്കുന്ന ശില്പശാല 3 ദിവസങ്ങളായി ചിന്മയ വിദ്യാലയത്തിലാണ് സംഘടിപ്പിക്കുന്നത്. ശില്പശാലയുടെ 2ാം ദിവസമായ ഇന്ന് ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, ദൈനംദിന ജീവിതത്തിലെ മാധ്യമങ്ങളുടെ ശരിയായ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. മെയിനായിട്ടുള്ള നമ്മൾ ഈ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മളെ റിലീജിയസ് ടെക്സ്റ്റിനെ പറ്റിയാണ്. ഭഗവത്ഗീത, രാമായണം, നാരായണീയം. ഇത് കുറച്ചുകൂടെ അവരുടെ ഡെവലപ്മെന്റ് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഫോക്കസ് ചെയ്യുന്നത്. മറ്റുള്ള കാര്യങ്ങളെക്കാൾ ഇവർ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അവരെ കൊണ്ട് തന്നെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടായിരിക്കുകയാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഫോക്കസാണ് ചെയ്യുന്നത്. നിരവധി വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുക്കുന്നത്. പ്രൊഫസർ വി രഘു, ഹൈന്ദവീയം ജനറൽ സെക്രട്ടറി ബാലചന്ദ്രകുറുപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ രാകേഷ് ശർമ്മ, ഡോക്ടർ ശാലിനി തുടങ്ങിയ പ്രമുഖരാണ് ക്ലാസുകൾ നയിക്കുക. 3 ദിവസം നീണ്ട ശില്പശാല നാളെ സമാപിക്കും. ജനം, തിരുവനന്തപുരം.